ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, വന്ദരായ വൈദികരെ, മഹത്തായ പാരമ്പര്യത്തിന് അവകാശികളായ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ അംഗങ്ങളെ, സഹോദരങ്ങളെ, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ സൈന്യം ലണ്ടനിലും പരിസര പ്രദേശങ്ങളിലും അതിഭീകരമായ ബോംബാക്രമണം നടത്തി. കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും തകർന്ന് തരിപ്പണമായി. അനേകം മനുഷ്യർ മരിച്ചു. മണ്ണും തകർന്ന് കുഴിയും തടവുമായി തീർന്നു. കുറെ കാലം കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു. അതുവരെ ആരും കാണാത്ത ചില പുതിയ ചെടികൾ മുളച്ചു വളർന്ന് പൂക്കൾ വിടർന്നിരിക്കുന്നു. ഗവേഷകർ അത്ഭുതപ്പെട്ടു. അവരന്വേഷിച്ചപ്പോൾ കണ്ടെത്തി, കാലങ്ങൾക്ക് മുമ്പ് ഏതോ പ്രകൃതിക്ഷോഭത്തിൽപ്പെട്ട് മണ്ണിനടിയിലായി പോയിരുന്ന വിത്തുകളാണ് ഇപ്പോൾ മുളച്ച് ചെടികളായി പൂക്കളായി വിടർന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തരവും ബാഹ്യവുമായ ഒട്ടനവധി ബോംബിംഗ്, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച കാലത്തൊക്കെയും കാലം കഴിയുമ്പോൾ അടിയിലായി പോകുന്ന, മറന്നുപോകുന്ന, വിസ്മരിക്കപ്പെടുന്ന മൂല്യങ്ങൾ പുതിയ ചെടികളുടെ രൂപത്തിൽ, പുതിയ പുഷ്പങ്ങളുടെ രൂപത്തിൽ, പുതിയ സ്ഥാപനങ്ങളുടെ രൂപത്തിൽ, പ്രസ്ഥാനങ്ങളുടെ രൂപത്തിൽ ഉയർത്തെഴുന്നേറ്റ് വരുന്ന കാഴ്ച കണ്ട് അഭിമാനത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. AD 52 വിശുദ്ധ തോമാസ് ലീഹായാൽ സ്ഥാപിതമായ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ, ഇന്ന് ഇവിടെ നാം സഭാ ദിനം ആചരിക്കുമ്പോൾ ഈ സഭയുടെ സ്വാതന്ത്ര്യം, ഈ സഭയുടെ ദേശീയത, ഈ സഭയുടെ സ്വയം ശീർഷകത്വം എന്നിവയെക്കുറിച്ച് നമുക്ക് അഭിമാനിക്കാം. ഇങ്ങനെ അഭിമാനിക്കുന്നതോടൊപ്പം നമ്മുടെ മലങ്കര സഭയുടെ അംഗങ്ങൾ, മലയാളികളുടെ പ്രത്യേകത വെച്ച് നാം വിമർശനത്തിൽ കൂടുതൽ താല്പര്യപ്പെടുന്നവരാണ്. സംശയമില്ല. ക്രിയാത്മകമായ വിമർശനങ്ങളാകാം, സർഗാത്മകമായ നിർദ്ദേശങ്ങളാകാം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, AD 52 വിശുദ്ധ തോമാസ് ലീഹായാൽ സ്ഥാപിതമായ നമ്മുടെ സഭ 1912 സ്വതന്ത്രമായ ഒരു കാതോലിക്കേറ്റ് നമുക്ക് കഴിഞ്ഞു. അതിനൊക്കെ എത്രയോ മുമ്പ്, ഭാരതം സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് മുമ്പ്, ഭാരതത്തിന് സ്വന്തമായ ഒരു ഭരണഘടനയെക്കുറിച്ച് സ്വപ്നം കാണുന്നതിന് എത്രയോ മുമ്പ് തന്നെ 1934 ഈ സഭയ്ക്ക് ഒരു ഭരണഘടന ഉണ്ടായി. അതിനന്ന് പിതാക്കന്മാർ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനത്തോടു കൂടിയല്ലാതെ നമുക്ക് എങ്ങനെ ഓർമ്മിക്കാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, ഇന്ന് 29 മെത്രാപ്പൊലീത്തമാരും 30 ഭദ്രാസനങ്ങളും 14 ആധ്യാത്മിക പ്രസ്ഥാനങ്ങളും 22 പ്രസിദ്ധീകരണങ്ങളും കോട്ടയത്തും നാഗ്പൂറും 2 തിയോളജിക്കൽ കോളേജുകളും 48 അനാഥാലയങ്ങളും 24 ദേറാകളും 13 കന്യാസ്ത്രീ മഠങ്ങളും 30 ആസ്പത്രികളും 74 സ്കൂളുകൾ MD കാതോലിക്കേറ്റ് കോർപ്പറേറ്റ് മാനേജ്മെന്റ് കീഴിൽ, സഭയുടെ കീഴിൽ നേരിട്ടുള്ള 6 കോളേജുകളും ഹയർ സെക്കൻഡറി സ്കൂളുകളും അടക്കം 52 ഹയർ സെക്കൻഡറി സ്കൂളുകളും കോളേജുകളും, 3 എഞ്ചിനീയറിംഗ് കോളേജുകൾ, 3 BEd കോളേജുകൾ, 2 മെഡിക്കൽ കോളേജുകൾ, 9 നഴ്സിംഗ് കോളേജുകൾ, 10 സ്റ്റുഡന്റ് സെന്റേഴ്സ് ഇത്തരത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. നന്ദി പറയാനുള്ളതല്ലാതെ നമുക്ക് എന്ത് കഴിയും? ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഈ സഭയ്ക്ക് വേണ്ടി, എൻ്റെ ഇടവകയ്ക്ക് വേണ്ടി, എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി, എൻ്റെ നാട്ടുകാർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ചോദിക്കുക. അതല്ലാതെ ഇത്രയും പ്രസ്ഥാനങ്ങൾ പട്ടിണിയും പരിവട്ടവുമായി കഷ്ടപ്പെട്ട് രക്തം വേർപ്പാക്കി പടുത്തുയർത്തിയിരിക്കുന്ന പിതാക്കന്മാരോട്, ആദ്യകാല നേതാക്കന്മാരോട്, സർവശക്തനായ ദൈവത്തോട് ഈ പ്രസ്ഥാനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും വേണ്ടി നന്ദി പറഞ്ഞ് അതിൻ്റെയൊക്കെ തണലിൽ ആശ്രയിച്ച് വിശ്രമിച്ച് ഒരുപക്ഷെ സുഖിച്ചും സന്തോഷിച്ചും ജീവിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ഈ തലമുറയ്ക്ക് നന്ദിയോടെ ദൈവത്തെ സ്മരിക്കാൻ,
ആദ്യകാല പിതാക്കന്മാരെ, കലം ചെയ്ത പിതാക്കന്മാരെ നന്ദിയോടെ സ്മരിക്കാനല്ലാതെ എന്തിന് കഴിയുമെന്ന് ആലോചിക്കുകയാണ്. എന്താണ് നമ്മുടെ സഭയുടെ പ്രത്യേകത? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇത് ഒരു സ്വതന്ത്ര പരമാധികാര ദേശീയ സഭയാണ്, സ്വയം ശീർഷകത്വമുള്ള സഭയാണ്. മാത്രമല്ല, ആരാധനയുടെ കാര്യത്തിൽ ഇന്ന് നമ്മുടെ സഭയുടെ എത്രയും ശ്രേഷ്ഠകരമായ, അതിശ്രേഷ്ഠകരമായ ആരാധന പാരമ്പര്യമുള്ള മറ്റൊരു സഭയുമില്ലെന്ന് വിനയപൂർവ്വം ഓർമ്മിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഭരണത്തിന്റെ കാര്യത്തിൽ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ എപ്പിസ്കോപ്പസിയും ഡെമോക്രസിയും കൂടി സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്നു. വിശ്വാസം, പട്ടത്വം, അച്ചടക്കം എന്നീ കാര്യങ്ങളിൽ അൽമേയക്കാർക്ക് അധികാരാവകാശങ്ങളില്ല. പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നകദോസിനാണ് അതിന്റെ അവസാന വാക്ക്. എന്നാൽ ഇടവകയുടെയോ ഭദ്രാസനത്തിന്റെയോ സഭയുടെയോ സമ്പത്ത്, സ്വത്ത്, പണം കൈകാര്യം ചെയ്യുന്നതിന് മെത്രാപൊലീത്തമാരും നിയോഗിച്ചാക്കിയിട്ടുള്ള അഭിമതരായ വൈദികരുടെ നേതൃത്വത്തിൽ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ, സ്ത്രീകളടക്കമുള്ളവർ ഇടവക തലത്തിൽ, ഭദ്രാസന തലത്തിൽ, സഭാതലത്തിൽ ഇന്ന് കൈകാര്യകർത്തൃത്വം നിർവഹിക്കുന്നു. ഇതുപോലെ ജനാധിപത്യവും എപ്പിസ്കോപ്പസിയും കൂടി ഒരുമിച്ച് പോകുന്ന മറ്റൊരു സഭയും ഇന്ന് ഈ ഭൂലോകത്തില്ല എന്നോർക്കുമ്പോൾ അഭിമാനിക്കല്ലാതെ എന്ന അവസരം എനിക്ക്. പ്രിയപ്പെട്ടവരെ, ഡെമോക്രസി ഏറ്റവും നല്ല സിസ്റ്റം ആയതുകൊണ്ടല്ല, ഇറ്റ് ഈസ് നോട്ട് ദ ബെസ്റ്റ് സിസ്റ്റം, ബട്ട് ഇറ്റ് ഈസ് ബിക്കോസ് നോ ബെറ്റർ സിസ്റ്റം ഈസ് അവൈലബിൾ. അതുകൊണ്ട് ഈ ജനാധിപത്യ സംവിധാനത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളോടുകൂടി തന്നെ ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ്. നമുക്ക് ഓർത്തിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. നമുക്കിന്ന് പരിശുദ്ധ വലിയ ബാവ ദിദിമോസ് പ്രഥമൻ വലിയ ബാവയുടെ പ്രാർത്ഥനയുടെ വലിയ കോട്ടയുണ്ട്. പരിശുദ്ധ ബസേലിയസ് മാർത്തോമ പൗലോസ് നിധിയൻ ബാവയുടെ അധികാരവും അനുഗ്രഹവും അതിന്റെ കീഴിൽ നാം ഒന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. നാം ഓർക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തി എന്നുള്ളത് ഞാൻ ഓർക്കേണ്ട കാര്യം, മനുഷ്യ മനസ്സ് പാരച്ചൂട്ട് പോലെയാണ്. ഇറ്റ് വർക്ക്സ് ഓൺലി വെൻ ആൻഡ് വേർ ഇറ്റ് ഈസ് ഓപ്പൺ. വിടരണം, വിപുലമാകണം, വിശാലമാകണം. നമുക്ക് സഹിക്കാനും ക്ഷമിക്കാനും സഹകരിക്കാനും സഹവസിക്കാനും കഴിയണം. ഒന്നുകൂടെ ഓർക്കണം, ലൈഫ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ലൈവ് ബ്രോഡ്കാസ്റ്റ്. എഡിറ്റിംഗ് കൂടാതെ തത്സമയ പ്രക്ഷേപണമാണ് എൻ്റെ ജീവിതം. അതുകൊണ്ട് ഒരു പാരച്ചൂട്ട് പ്രവർത്തിക്കണമെങ്കിൽ അത് വിടരണമെന്നത് പറഞ്ഞതുപോലെ മനസ്സ് വിശാലമായി വിടർന്ന് വിവിധ ആശയങ്ങളെയും വിവിധ രീതികളെയും ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പോകാനുള്ള ഒരു മനോഭാവം നാം കാണിക്കേണ്ടതുണ്ട്. ഇന്ന് ഇവിടെ വായിച്ചു കേട്ട വിശുദ്ധ വചനം ജന്മനാ കുരുടന് ആശ്വാസം നൽകിയ, കാഴ്ച നൽകിയ കർത്താവിന്റെ പ്രവൃത്തി തുടരുകയാണ്. എന്റെയും ഈ ഇപ്പോഴത്തെ ഈ കൂട്ടായ്മയുടെയും ഈ ഇടവകയുടെയും ഈ സഭയുടെയും കർത്തവ്യം. ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, പിറവിക്കുടലിനെ സൗഖ്യമാക്കിയ കർത്താവിന്റെ കരങ്ങൾ ആയി നാം മാറണം. കൂനിയായ സ്ത്രീയെ കൂന് സൗഖ്യമാക്കിയ കർത്താവിന്റെ കരങ്ങളായി നാം മാറണം. ലാസറിന്റെ ശവ സംസ്കാരം നടത്തിയെടുത്തേക്ക് നടന്നു ചെന്ന് മരിച്ചവരെ ഉയർപ്പിച്ച ആ കർത്താവിന്റെ കാലുകളായി നാം മാറണം. കർത്താവിന്റെ ശബ്ദമായി, കരങ്ങളായി, കാലുകളായി മാറി ഒരു വാക്കിലൂടെ, ഒരു നോക്കിലൂടെ അത്ഭുത പ്രവർത്തനം തുടരുന്നതിനുള്ള ദിവ്യമായ ദൗത്യം ഏറ്റെടുക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ അവസരത്തിനായി പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയോടും ബഹുമാനപ്പെട്ട മാനേജരത്തിനോടും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ.